ലൈംഗിക വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു പരാമർശമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, സുപ്രീം കോടതി പോലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 9 മുതൽ 12 ക്ലാസ് വരെയുള്ളവർക്ക് മാത്രം സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താൽ പോരാ എന്ന് തന്നെയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പോലും പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യം ഇപ്പം അങ്ങനെയല്ല. ഈ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൗരവവും ഇല്ലാതെയാണ് കുട്ടികളെ ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? കണ്ണി കണ്ട സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു, കണ്ണി കണ്ട വ്യക്തികളിൽ നിന്ന് പഠിക്കുന്നു, തെറ്റായ രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ റീസൺ ഇതാണ്. ഈ പാരൻസ് ഒരു തരത്തിലും സീരിയസ് അല്ല ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഡിസിപ്ലിൻ, ഹൈജീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പാരൻസ് ഇപ്പോഴും അവെയറും അല്ല, അവർക്കൊരു മൈൻഡും ഇല്ല, ശ്രദ്ധയും ഇല്ല. പിള്ളേരെ ടീച്ചേഴ്സ് നോക്കിക്കോളും എന്നുള്ള രീതിയിൽ സ്കൂളിലേക്ക് വിടും. അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിലും കോളേജിലൊക്കെ പോയി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടുകാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് ലൈംഗിക വിദ്യാഭ്യാസം. വളരെ പ്രധാനമാണ്. നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു പരസ്പര ബഹുമാനമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ട പ്രായത്തിൽ, കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട പോലെ കൊടുക്കുക തന്നെ വേണം. അതിന് വേറെ ഒരു എളുപ്പ വഴിയില്ല. ഓക്കെ, അപ്പോൾ പാരൻസ് ഒന്ന് അവെയർ ആവുക, ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ തലമുറ ഇപ്പോൾ കാണുന്നതിനെക്കാട്ടും അക്രമമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ എല്ലാ രക്ഷിതാക്കളും അവരവരുടെ കുഞ്ഞിന് മാത്രം നോക്കിയാൽ ഈ ഒരു സമൂഹം നാളെ ഒരു നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമയായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.